അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്നല്ല, ഇന്നൊരു സ്പെഷ്യൽ കറിയാട്ട. പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കണേനെ. എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം മാങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പച്ചമുളകും ഇട്ട് വേവിക്കാനിടാം. പഴുത്ത മാങ്ങ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെടുത്തേക്കണത് മൂവാണ്ടനാണ്. അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതൊരുവിധം വെന്ത് തുടങ്ങുമ്പോൾ ശർക്കര ഇടണം. മധുരം വേണമല്ലോ. നമ്മുടെ മാങ്ങയ്ക്ക് എങ്ങനെ വന്നാലും മധുരം ഇച്ചിരി കുറവായിക്കുള്ള തന്നെയല്ല. അരപ്പൊക്കെ വരുമ്പോൾ മധുരം കുറയും. അപ്പോൾ ഇനി തേങ്ങ ഒതുക്കിയ മതി. കടുക് ഇച്ചിരി നല്ലോണം ഇട്ട് 1 സ്പൂൺ കടുക് ഇട്ടിട്ട് തേങ്ങ നല്ലപോലെ ഒതുക്കിയെടുക്കണം. അരയരുത്. വെള്ളം ചേർക്കേ വേണ്ടട്ടോ. എന്ന് പറഞ്ഞാൽ മാങ്ങയിൽ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇച്ചിരി ചാറുണ്ടായില്ലേ. അപ്പോൾ ഈ തേങ്ങ ഒതുക്കിയെടുത്തിട്ട് കടുകിട്ട് ഒതുക്കിയ തേങ്ങ ഇനി അതിട്ടിടാം കേട്ടോ. അതൊരു 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിട്ട് കുറച്ച് മോര് ഒഴിക്കാം. അധികമൊന്നും മോര് വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചാറ് കറിയല്ല കേട്ടോ. ഇങ്ങനെ ഇച്ചിരി വരണ്ടിരിക്കണ പോലെ ഇരിക്കണം. അങ്ങനത്തെ ഒരു കറിയാണ്. എന്നാലാണ് ആ കറിയുടെ ടേസ്റ്റ് നല്ലപോലെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അധികം ഒഴിക്കണില്ല. നമുക്ക് ഇച്ചിരി മധുരവും നിൽക്കണം, പുളിയും നിൽക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ശർക്കര ഇട്ടത്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ശർക്കര ഇടണമെന്ന്. മറ്റേ മാങ്ങക്ക് കുറച്ച് മധുരമുണ്ട്. പക്ഷേ ഈ മോരും കൂടി വരുമ്പോൾ മധുരം ഇതാക്കി നിർത്താനായിട്ടാണ് നമ്മൾ ശർക്കര ഇട്ടത്. മോര് ഒഴിച്ച് ഇളക്കി കഴിഞ്ഞ് കടുക് പൊട്ടിക്കുക. വേറെ ഒന്നും ഇടണ്ട. കടുക് പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപ്പൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിന് പേരൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം. ഇഷ്ടമെങ്കിൽ ഇഷ്ടമെന്ന് പറയണം. അല്ലേ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.